സ്വന്തം കുഞ്ഞിന്റെ പ്രാണന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് നിങ്ങൾ കാണുന്ന ഈ അമ്മയുടെ പിറവി എന്റെ മകനെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ദിവസമായിരുന്നു. നിരപരാധിയായ മകന്റെ ജീവന് വേണ്ടി പോരാടിയ അർബുദമ്മാളിന്റെ ജീവചരിത്രം ആരംഭിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ്. ഒടുവിൽ 22 കൊല്ലത്തെ തന്റെ യാതന വെറുതെ ആയില്ലെന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ പേരറിവാൾ നിരപരാധിയാണെന്ന് തുറന്നു പറഞ്ഞപ്പോൾ അയാളോടുള്ള ദേഷ്യവും ഈ അമ്മ മറന്നു. நான் எல்லா கூட்டங்கள்லையும் தியாகராஜனை திட்டுவேன். ஏற்கனவே அவரோட வழக்குகள்லாம் சொல்லி இது மாதிரிப்பட்டவர் அவர், இது மாதிரி பொய்யா கையெழுத்து வாங்கிட்டாரு அப்படின்னு நான் எல்லா கூட்டத்துங்களையும் திட்டுவேன். ஆனால் இன்றைக்கி நான் ரொம்ப வருத்தப்படுறேன். அதுக்காக அவரை நான் திட்ட விரும்பலை. அவருக்கு நன்றி தான் சொல்லணும். കുറ്റവാളിയല്ലാതെ കുറ്റവാളിയാക്കപ്പെട്ട ഒരാളുടെ അമ്മയുടെ യാതന മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ പുസ്തകത്തിലൂടെ കഴിയുമെന്ന് ജീവചരിത്രം തയ്യാറാക്കിയ അനുശ്രീ പറഞ്ഞു. ഈ ത്യാഗരാജൻ്റെയും കൂടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇപ്പം എനിക്ക് കുറേ കൂടി ആൾക്കാരോട് പറയാനും നമുക്ക് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പുസ്തകമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. ഒരു നിരപരാധിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ നിരപരാധിയുടെ അമ്മയെക്കുറിച്ച് അവരിത്ര കാലം അനുഭവിച്ച യാതനകളെക്കുറിച്ചൊക്കെ പറയാൻ മിനിമം മലയാളികളോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. തന്റെ മകന്റെ നിരപരാധിത്വം വെളിപ്പെട്ട ഈ സന്ദർഭത്തിൽ തന്നെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നതിലെ സന്തോഷം അർബുദമ്മാളിന്റെ മുഖത്ത് കാണാമായിരുന്നു. ക്യാമറ പേഴ്സൺ CP അനിൽകുമാറിനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.